പിന്നെ അടുത്ത പണി എന്താണെന്നറിയാമോ? സിലോപ്പിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റും ചെറിയുള്ളിയും പെരിഞ്ചീരവും ഒക്കെ ചേർത്ത് അങ്ങനെ മസാല മുക്കി വെച്ചിരിക്കുക എണ്ണ. അടുത്ത പണി മീൻ വറുക്കലാണ്. കറിവേപ്പിലയും പെരിഞ്ചീരകവും മുളക് പൊടിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ പുരട്ടി എണ്ണയ്ക്കകത്ത് അങ്ങനെ കുളിപ്പിച്ച് ഉപ്പുമൊക്കെ ചേർത്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവനെ നമുക്ക് ഗ്രേരാന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ നല്ല എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങൾ അങ്ങനെ പെരുക്കിയിട്ട് കൊടുക്കണം കേട്ടോ. സിലോപ്പി മീൻ തൊലിയൊക്കെ ഉരിഞ്ഞ് എടുത്താണ് കേട്ടോ. മീൻ വറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം? വളരെ തീ കുറച്ച് സമയമെടുത്ത് വേണം വറക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കോൺഫ്ലവർ മാവും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാടില്ല, വളരെ കുറച്ച്. അപ്പം നമ്മുടെ മീൻ വറക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ്, സമയമെടുത്ത് വേണം വറക്കാൻ. അപ്പോൾ ഒരു നല്ല കളറും നല്ല മൊരുമൊരുപ്പും കിട്ടും. അങ്ങനെ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുന്ന മീനെ കണ്ടോ? അങ്ങനെ മീൻ കഷ്ണങ്ങൾ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടും. വേഗം തിരുതി വെച്ചിട്ട് വറുത്തെടുക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. നല്ല കളറും നല്ല കുരുമുളക് പൊടിയുടെയൊക്കെ കളർ കണ്ടോ? കറിവേപ്പിലയും പെരിഞ്ചീരവും ഒക്കെ ചേർത്തത് കണ്ടോ? പെരിഞ്ചീരകമൊക്കെ ഇരിക്കണത്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ സവോള കഴിക്കുന്നത് വളരെ നല്ലതല്ലേ. അപ്പം മീൻ വറുത്തൊക്കെ ആകുമ്പം അതിൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ കഴിച്ചു വെക്കോളും. പിന്നെ എല്ലാവർക്കും അവധിയൊക്കെ ആണെങ്കിൽ എല്ലാവരും അങ്ങനെ കഴിച്ചും പോയിക്കോളൂല്ലോ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ അങ്ങനെ നമ്മുടെ മീൻകറിയും ഏറെക്കുറെ കുടംപുളിയൊക്കെ ഇറങ്ങി. ഇതാ അരപ്പൊക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. സിലോപ്പി മീനാണ് കേട്ടോ. വറുത്ത മീനിൻ്റെ തലയൊക്കെ ഞാൻ കറക്കിയെടുത്തു. എനിക്ക് മീൻ കറിയാണ് ഇഷ്ടം. അപ്പം ഞാൻ വറുത്ത മീനിൻ്റെ തലയൊക്കെ കറക്കിയെടുത്തു. പിന്നെ കുറേ പീസുകൾ എടുത്തു. അങ്ങനെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ നമ്മുടെ മീൻകറി റെഡി ആയിരിക്കും. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ എപ്പോഴും കുടംപുളി ഇട്ട് മീൻ പറ്റിക്കുമ്പോൾ അരപ്പൊക്കെ നല്ല കുറുകി വന്നതിന് ശേഷം വേണം കേട്ടോ മീൻ കഷ്ണം പെറുക്കിയിട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ മീൻകറി മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ ഓഫ് ആണ് കേട്ടോ.